കുട്ടികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? എല്ലാവർക്കും എല്ലാവരെയും അറിയുന്ന ഒരു നാട്ടിൽ പഞ്ചമി എന്നൊരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും അനിയനുമൊപ്പം ഒരു കുഞ്ഞു വീട്ടിലാണ് പഞ്ചമി താമസിച്ചിരുന്നത്. വെള്ള നിറമുള്ള ഭിത്തികളുള്ള ഓടിട്ട ഒരു കുഞ്ഞൻ വീട്. വീടിന്റെ മുറ്റത്ത് ഒരു മാവുണ്ടായിരുന്നു. വീടിനോട് ചേർന്ന് അമ്മ 4 മണിപ്പൂക്കളും കനകാംബരവും മുല്ലച്ചെടികളുമൊക്കെ നട്ടുവളർത്തിയിരുന്നു. വീടിന്റെ മുന്നിലെ ഒരു മൺപാതയുണ്ടായിരുന്നു. മൺപാത എന്നാൽ എന്താണ്? നമ്മൾ ഇന്ന് കാണുന്ന പോലെ ടാറിട്ട റോഡല്ല, മറിച്ച് മണ്ണു മാത്രമുള്ള റോഡ്, വഴി, മൺപാത. ആ നാട്ടിൽ എല്ലാവർക്കും എല്ലാവരെയും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വീടിന്റെ മുന്നിലുള്ള മൺപാതയിലൂടെ ആൾക്കാർ പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ പഞ്ചമി വീടിന്റെ മുറ്റത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉറക്ക വിളിക്കും, പഞ്ചമിയേ, എന്താ വിശേഷം? ചിലർ തിരക്കും. പഞ്ചമി ഉത്സാഹത്തോടെ ചിരിച്ചുകൊണ്ട് അവരോട് തന്റെ കുഞ്ഞൻ വിശേഷങ്ങളൊക്കെ പറയും. പഞ്ചമിക്ക് അവരെ എല്ലാവരെയും അറിയാമായിരുന്നു. എല്ലാവർക്കും എല്ലാവരെയും അറിയുന്ന നാടാണ് കേട്ടോ. പഞ്ചമിയുടെ വീടിന് തൊട്ടടുത്ത് ഒരു ചെറിയ ചായക്കടയുണ്ടായിരുന്നു. ഒരപ്പച്ചനും ഒരമ്മാമ്മയുമാണ് ആ ചായക്കട നടത്തിയിരുന്നത്. പഞ്ചമിക്ക് അവരെ വലിയ ഇഷ്ടമായിരുന്നു. ചായക്കടയിൽ ചായ മാത്രമല്ല, നാരങ്ങാവെള്ളം, പഴം, ബിസ്ക്കറ്റ്, മിഠായി ഇതൊക്കെ കിട്ടുമായിരുന്നു. ചായക്കട കഴിഞ്ഞാൽ അതിനടുത്തിരിക്കുന്ന മറ്റൊരു വീടുണ്ട്. ആ വീട്ടിലുള്ളവരും പഞ്ചമിക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു. അവിടെ ഒരു ചേട്ടനും ചേച്ചിയും ഒരമ്മാമയും ഒരച്ചാച്ചനും ഒക്കെ ഉണ്ടായിരുന്നു. അയൽക്കാരാണെങ്കിലും ഒരു കുടുംബം പോലെ ആയിരുന്നു. റോഡിന്റെ എതിർവശത്തായി വേറെ ഒരു ചെറിയ വീടുണ്ട്. ആ വീടായിരുന്നു പഞ്ചമിയുടെ ആദ്യത്തെ സ്കൂള്. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീട്. ആ വീട്ടിൽ ഒരമ്മൂമ്മയുണ്ട്, ഒരമ്മൂമ്മ ടീച്ചർ. ആ അമ്മൂമ്മ ടീച്ചറിന്റെ അടുത്തേക്ക് ഒരുപാട് കുട്ടികൾ വരും. എല്ലാ ദിവസവും പല പ്രായക്കാരായ കുട്ടികൾ. ഈ കുട്ടികളെയൊക്കെ അമ്മൂമ്മ ടീച്ചർ അക്ഷരം എഴുതാൻ പഠിപ്പിക്കും. ഹരിശ്രീ ഗണപതയേ നമ, ആ ആ ഇ ഈ, ക ഖ ഗ ഘ ങ, ഇങ്ങനെ മലയാളം അക്ഷരങ്ങൾ ഓരോന്നും അമ്മൂമ്മ ടീച്ചർ എല്ലാവരെയും പഠിപ്പിക്കും. 1-2 മണിക്കൂർ എല്ലാവരും അക്ഷരം പഠിക്കും. അതിനുശേഷം കളിയാണ്. എല്ലാവരും ചേർന്ന് കളിക്കും. കളിക്കുന്നത് എവിടെയാണ്? ആ വീടിനോട് ചേർന്നുള്ള പറമ്പിൽ നിറയെ പറങ്കിമാവുകളുണ്ട്. പറങ്കിമാവെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാഷ്യൂനട്ട്. കാഷ്യൂനട്ട് എല്ലാവർക്കും അറിയില്ലേ? കശുവണ്ടി, കാഷ്യൂനട്ട്. കാഷ്യൂസ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഈ കാഷ്യൂനട്ട് നമുക്ക് തരുന്ന മരമാണ് പറങ്കിമാവ്. പറങ്കിമാവിന്റെ കൊമ്പുകളിൽ എളുപ്പത്തിൽ കയറാനും ഇറങ്ങാനും പറ്റും. അതുകൊണ്ട് കുട്ടികൾക്കത് വളരെ ഇഷ്ടമാണ്. അവർ മരത്തിൽ ഇഷ്ടം പോലെ കയറി ഇറങ്ങി ചാടി കളിക്കുമായിരുന്നു. ആ പറങ്കിമാവുകളുടെ ചുറ്റും ഒരു നല്ല മണം എപ്പോഴും ഉണ്ടാവും. ചില സമയങ്ങളിൽ അവർക്ക് പറങ്കിമാങ്ങകളും കിട്ടും. മഞ്ഞ, ചുവപ്പ് തുടങ്ങിയ നിറങ്ങളിലുള്ള പറങ്കിമാങ്ങകൾ. എല്ലാവരും സ്കൂളിലേക്ക് വരുന്നത് പഠിക്കാൻ വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ അക്ഷരം പഠിക്കാൻ തയ്യാറായാണ് എല്ലാവരും വന്നിരുന്നതും. മണലിലും സ്ലേറ്റിലും പിന്നീട് പെൻസിൽ ഉപയോഗിച്ചും അക്ഷരങ്ങൾ പഠിച്ചു. പുതിയ പുതിയ അക്ഷരങ്ങൾ പഠിക്കുകയും മുൻപ് പഠിച്ച അക്ഷരങ്ങൾ വീണ്ടും ഓർത്തെടുക്കുകയും പറഞ്ഞു നോക്കുകയും എഴുതി നോക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പഞ്ചമിക്ക് 5 വയസ്സായപ്പോൾ അമ്മ വീടിന് കുറച്ച് അകലെയുള്ള മറ്റൊരു കുഞ്ഞ് സ്കൂളിൽ ചേർത്തു. ആ സ്കൂളും ഒരു ചെറിയ വീട്ടിലായിരുന്നു. ഈ സ്കൂളിൽ 2-3 ടീച്ചർമാരുണ്ടായിരുന്നു. കുറെ കുട്ടികളും.
ആ സ്കൂളിൽ ഒരു ചെറിയ കിച്ചൺ ഉണ്ടായിരുന്നു, അടുക്കള. ആ അടുക്കളയിൽ 1-2 ബെഞ്ചുകളും ഡെസ്കുകളും. അതിലിരുന്നാണ് കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ലഞ്ച്, ഉച്ചഭക്ഷണം കഴിച്ചിരുന്നത്. കുട്ടികൾ ഭക്ഷണം കഴിക്കാനായി പാത്രങ്ങൾ തുറക്കുമ്പോൾ ടീച്ചർമാർ വന്ന് കൗതുകത്തോടെ ചോദിക്കും, ഇന്നെന്താ കഴിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്? എല്ലാവരും ഉത്സാഹത്തോടുകൂടി എന്തൊക്കെയാണ് തങ്ങളുടെ പാത്രത്തിലുള്ളതെന്ന് ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുക്കും. ചിലർക്ക് പാത്രം തുറക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീച്ചർമാർ സഹായിക്കുകയും ചെയ്യും. ഒരിക്കൽ പഞ്ചമിയുടെ കൂട്ടുകാരന് സ്കൂളിൽ വെച്ച് കണ്ണിന് ചെറിയ ഒരു പരിക്കേറ്റു. എന്തു പറ്റിയെന്നറിയാമോ? അന്ന് ആ കൂട്ടുകാരൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കയ്യിലൊരു റബ്ബർ ബാൻഡുമായി വന്നു. ഈ റബ്ബർ ബാൻഡ് വെച്ച് കളിക്കുന്നതിനിടയിൽ അത് പൊട്ടി കണ്ണിൽ കൊണ്ടു. ആകെ കരച്ചിലായി. അപ്പോഴേക്കും അമ്മയെപ്പോലെ ടീച്ചർ വന്ന് കൂട്ടുകാരനെ എടുത്തു. മുഖമൊക്കെ കഴുകി സമാധാനിപ്പിച്ചപ്പോഴേക്കും കരച്ചിലൊക്കെ നിന്നു. ചിലരാണെങ്കിലോ സ്കൂളിൽ വെച്ച് അറിയാതെ നിക്കറിലൊക്കെ മുള്ളും. ടീച്ചർ എടുത്തുകൊണ്ടുപോയി ആ നിക്കറൊക്കെ മാറ്റി ചിലപ്പോ പിന്നെ അവര് തിരികെ ക്ലാസ്സിൽ വരുന്നത് ടവലൊക്കെ എടുത്തുകൊണ്ടായിരിക്കും. ടീച്ചർമാർ എപ്പോഴും അങ്ങനെയായിരുന്നു. ആരെങ്കിലും കരയുകയോ സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന കണ്ടാൽ അവരെ എടുക്കുകയും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇടയ്ക്കിടെ നല്ല രസമുള്ള ഗെയിമുകൾ ടീച്ചർമാർ ക്ലാസ്സിൽ കളിപ്പിക്കാറുണ്ടായിരുന്നു. ഒരു ഗെയിം എന്തായിരുന്നു എന്നറിയോ? കുട്ടികളെ എല്ലാവരെയും നിരത്തി നിർത്തും. എന്നിട്ട് പല പാത്രങ്ങളിലായി പലതരം സാധനങ്ങൾ ടീച്ചർമാർ അടുത്തേക്ക് കൊണ്ടുവരും. കുട്ടികളോട് കണ്ണടയ്ക്കാൻ പറയും. എന്നിട്ട് എല്ലാവരും നാക്ക് നീട്ടണം. കയ്യിലുള്ള പാത്രങ്ങളിൽ നിന്നും ചില സാധനങ്ങൾ ഒരു സ്പൂണിലെടുത്ത് കുറേശ്ശെ നാവിൽ വെക്കും. അപ്പോൾ അതിന്റെ രുചി വെച്ച് എന്താണ് ആ സാധനമെന്ന് കുട്ടികൾ കണ്ടെത്തണം. ഉപ്പുണ്ടാവും, പഞ്ചസാര ഉണ്ടാവും, നാരങ്ങാ നീരുണ്ടാവും, കാപ്പിപ്പൊടി ഉണ്ടാവും. കാപ്പിപ്പൊടി വളരെ വേഗത്തിൽ താൻ തിരിച്ചറിഞ്ഞത് ഇപ്പോഴും പഞ്ചമി ഓർക്കുന്നുണ്ട്. കാര്യം വീട്ടിൽ അമ്മ എല്ലാ ദിവസവും കാപ്പി ഉണ്ടാക്കുമായിരുന്നു. അച്ഛന് കാപ്പി വളരെ ഇഷ്ടമായിരുന്നു. ആ കാപ്പിയുടെ മണം വെച്ചിട്ടാണ് ഇത് കാപ്പിപ്പൊടിയാണെന്ന് പഞ്ചമി പെട്ടെന്ന് കണ്ടുപിടിച്ചത്. ഈ സ്കൂളിലാണ് പഞ്ചമിക്ക് അവളുടെ ആദ്യത്തെ കൂട്ടുകാരിയെ കിട്ടിയതും. ദേവി. ദേവി അച്ഛനോടൊപ്പം കുട്ടു 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 കുടു എന്ന് ശബ്ദമുണ്ടാക്കുന്ന ഒരു മോട്ടോർ ബൈക്കിലാണ് സ്കൂളിൽ വന്നിരുന്നത്. ഒരു ദിവസം സ്കൂള് കഴിഞ്ഞപ്പോൾ ദേവിയുടെ അച്ഛൻ പഞ്ചമിയോട് ചോദിച്ചു, പഞ്ചമി, ഞങ്ങളുടെ കൂടെ വരുന്നോ? പോകുന്ന വഴിക്ക് വീട്ടിലാക്കാം. ഹേ, അത് കൊള്ളാലോ. താൻ ഇതുവരെ മോട്ടോർ ബൈക്കിൽ കയറിയിട്ടില്ല. നല്ല രസമായിരിക്കും ഈ കുടുകുടു 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 വണ്ടിയിൽ പോകാൻ. എന്നാൽ ടീച്ചർ പറഞ്ഞു, പഞ്ചമി കുടുകുടു വണ്ടിയിൽ പോയാൽ അമ്മ വരുമ്പോ പഞ്ചമിയെ കാണാതെ വിഷമിക്കില്ലേ? അപ്പോ നമുക്ക് അമ്മയോട് അനുവാദം ചോദിച്ചിട്ട് ഒരു ദിവസം ദേവിയുടെ കൂടെ കുടുകുടു വണ്ടിയിൽ പോകാം. അത് ശരിയാണെന്ന് പഞ്ചമിക്കും തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പഞ്ചമിയുടെ അമ്മ വിളിക്കാനായി സ്കൂളിലെത്തി. ദേവിയെ വിളിക്കാനായി അച്ഛൻ വന്നപ്പോൾ പഞ്ചമി കൂടെ വരുന്നോ എന്ന് സ്നേഹത്തോടെ ചോദിച്ച കാര്യം പഞ്ചമി അമ്മയോട് പറഞ്ഞു. ഞാനും പൊയ്ക്കോട്ടെ അമ്മേ കൂടെ എന്ന് ചോദിക്കുകയും ചെയ്തു. അമ്മ പറഞ്ഞു, തീർച്ചയായും ഒരു ദിവസം ദേവിയുടെ കൂടെ പോകാൻ അമ്മ അനുവദിക്കാം. പക്ഷേ അമ്മയുടെയും അച്ഛന്റെയും അനുവാദമില്ലാതെ നമ്മൾ ആര് വന്ന് വിളിച്ചാലും പോകാൻ പാടില്ല. അമ്മ പഞ്ചമിയെ സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചു. ഈ കുഞ്ഞു സ്കൂളിൽ പഞ്ചമി പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം വലിയ മഴ പെയ്തു. തോരാത്ത മഴ. രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴ. മഴ സമയത്ത് വൈകുന്നേരത്ത് സ്കൂൾ വിടുന്ന സമയമായപ്പോൾ പതിവ് പോലെ അമ്മ വിളിക്കാൻ വന്നു. പെരുമഴ. അവർ പോകുന്ന വഴിക്ക് ഒരു തോട് കടന്നു വേണം പോകാനായിട്ട്. നിർത്താതെ മഴ പെയ്തതുകൊണ്ട് നിറയെ വെള്ളം തോട്ടിൽ. അത് കണ്ടപ്പോ തന്നെ പഞ്ചമിക്ക് പേടിയായി. അമ്മ പറഞ്ഞു, ഒന്നും മോള് പേടിക്കണ്ട, അമ്മ എടുക്കാം. അങ്ങനെ അമ്മ ഒരു കൈയിൽ പഞ്ചമിയെ എടുത്ത്
മറ്റേ കയ്യിൽ പഞ്ചമിയുടെ സ്കൂൾ ബാഗും ഒക്കെ പിടിച്ച് വെള്ളത്തിലൂടെ അങ്ങനെ നടന്ന് അക്കരെ എത്തി. ഹോ, അമ്മയ്ക്ക് എന്തൊരു ധൈര്യമാ! ഹോ, ഇത്രയും വെള്ളത്തിലൂടെ എന്നെയും എടുത്തുകൊണ്ട് അമ്മ അക്കരെ വന്നിരിക്കുന്നു. സ്കൂളിൽ പോകാൻ ഒരിക്കലും പഞ്ചമി മടി കാണിച്ചിട്ടില്ല. കുഞ്ഞുമണികളെ, നിങ്ങൾ ആരെങ്കിലും സ്കൂളിൽ പോകുമ്പോ കരയാറുണ്ടോ? ദേ, നമ്മുടെ പഞ്ചമി സ്കൂളിൽ പോകുമ്പോൾ കരയാറേയില്ലായിരുന്നു. കാര്യം എന്താണെന്നറിയോ? അമ്മ പഞ്ചമിയോട് പറഞ്ഞിരുന്നു, സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർമാർ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും, പറഞ്ഞു തരും, അക്ഷരങ്ങൾ പഠിപ്പിച്ചു തരും. അക്ഷരങ്ങളൊക്കെ നമ്മൾ കൂട്ടി വായിക്കാൻ പഠിച്ചാൽ നമുക്കിഷ്ടമുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാം. നല്ല മിടുക്കി കുട്ടിയായി പഞ്ചമി അക്ഷരങ്ങളെല്ലാം പഠിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. ഇഷ്ടമുള്ളതെല്ലാം പഠിച്ചു. വളർന്ന് വലിയ ആളായി. ഇതാണ് ഇന്നത്തെ നമ്മുടെ കഥ. ഇന്നത്തെ കഥയോടൊപ്പം നമുക്ക് ചില പേരുകൾ കൂടി പറയാനുണ്ട്. രുദ്രിക, സാത്വിക എന്ന സാത്തുക്കുട്ടി, വിഹാന ഇഷാൻവി എന്ന ഇച്ചുമോൾ, അതിഥി സൗമേഷ്, അവ്യാൻ സൗമേഷ്, ആദിദേവ്, നിവേദ്, നെയ്തൻ നിതിൻ എന്ന അഭിമോൻ, മൈത്രേയ AP എന്ന കുഞ്ഞാപ്പൂ, ഇഷാനിയ എന്ന നിയാമോൾ, ഒമരു, മേരു, ജെന്ന, പാർത്ഥിവി K അഭിജിത്ത് എന്ന പാറുക്കുട്ടി, ഇഷാലക്ഷ്മി, എൽഹ എന്ന പൊന്നുകുട്ടി, മിത്ര എമേഷ്, തനു. ജനുവരി 17 പിറന്നാൾ ആഘോഷിച്ച സ്റ്റേസി അന്ന അമൽ, ജനുവരി 21 പിറന്നാൾ ആഘോഷിച്ച സാൻവി ആദർശ് എന്ന അമ്മൂട്ടി, ഫെബ്രുവരി 11 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന അദിവ് അഷ്മർ, ഫെബ്രുവരി 19 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ഇഷ കാർത്തിക എന്ന ചാരുട്ടി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. പിന്നെ ഒരാളുടെ പേര് കൂടി പറയാനുണ്ട്. സ്പോട്ടിഫൈയിൽ നമുക്ക് മെസ്സേജുകൾ അയക്കുന്ന ഐഷ റഷീദ് എന്ന അമ്മയുടെ കുഞ്ഞുവാവയ്ക്ക്. അങ്ങനെ പറയാൻ കാരണം, മോന്റെ പേരൊന്ന് പറയണേന്ന് മാത്രമേ അമ്മ പറയുന്നുള്ളൂ, പേരയക്കുന്നില്ല. പേരയച്ചാലല്ല നമുക്കത് പറയാൻ പറ്റൂ. എന്തായാലും ആ കുഞ്ഞുവാവയെ ഞങ്ങൾ ബേബി എന്ന് വിളിക്കുന്നു. ഐഷ റഷീദിന്റെ ചക്കര ബേബിക്കും സ്നേഹമറിയിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും ചക്കരയുമ്മ. കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണമെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊന്ന് നോക്കണേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ പേരുകൾ കമന്റ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റായി നമ്മളിലേക്ക് എത്തുകയുള്ളൂ. ഇനി വേറൊരു കാര്യം കൂടി പറയട്ടെ. ഇന്നത്തെ നമ്മുടെ കഥയില്ലേ, പഞ്ചമി എന്ന കഥ. കുഞ്ഞു പഞ്ചമി വളർന്നു വലുതായപ്പോഴും തന്റെ കുഞ്ഞു സ്കൂളിൽ, തന്റെ നഴ്സറി സ്കൂളിൽ താൻ എങ്ങനെയാണ് ABCD പഠിച്ചത്, താൻ എങ്ങനെയാണ് 1 2 3 പഠിച്ചത് എന്നതിനപ്പുറം പഞ്ചമിയുടെ ഓർമ്മയിൽ നിൽക്കുന്നത് അമ്മയെപ്പോലെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ടീച്ചർമാരും തന്റെ ഒപ്പം ഉണ്ടായിരുന്ന കളിക്കൂട്ടുകാരുമാണ്. കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് അയക്കുമ്പോൾ, പ്രത്യേകിച്ചും പ്രീ സ്കൂളുകളിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ കുഞ്ഞ് സ്കൂളിൽ ഹാപ്പി ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടതും. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രീ സ്കൂളിൽ നമ്മൾ വിടുമ്പോൾ അവിടുത്തെ എൻവയൺമെന്റ് എങ്ങനെയാണ് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞു പ്രായത്തിൽ അക്ഷരങ്ങളും അക്കങ്ങളും കാണാപ്പാഠം പഠിക്കുന്നതിനപ്പുറത്തേക്ക് അവർക്ക് സ്നേഹമുള്ളൊരിടമാണ് വേണ്ടത്. തങ്ങളുടെ വീട് വിട്ട് നമ്മൾ പോകുന്ന സ്കൂളിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടാകാൻ പോകുന്ന മുതിർന്നവർ, അത് ടീച്ചർമാരാവട്ടെ ആന്റിമാരാവട്ടെ, അവർക്കൊക്കെ നമ്മളെ ഇഷ്ടമാണ്, അവരൊക്കെ നമ്മളെ കരുതുന്നുണ്ട്. ആ ട്രസ്റ്റാണ് ആദ്യം കുഞ്ഞിന് ഉണ്ടാവേണ്ടത്. താൻ സേഫ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, താൻ കംഫർട്ടബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോയ്ഫുള്ളായി പഠിക്കാം. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.